രാം മന്ദിറും അയോധ്യയും പ്രാണപ്രതിഷ്ഠയൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ കഴിയാൻ പോവാണ് കേട്ടോ. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം എന്തൊക്കെ സംഭവിക്കുന്നുള്ളത്. ഇപ്പം തന്നെ കുറേ വിഷ്വൽസ് എനിക്ക് അവിടുന്ന് ഇവിടുന്നും കിട്ടിയിട്ടുണ്ട്. ജയ് ശ്രീരാം പറഞ്ഞു, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടും തമ്മിലടി തെരുവ് യുദ്ധങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ മോഹൻലാൽ, നമ്മുടെ മലയാളികളുടെ ലാലേട്ടന് അക്ഷതം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ലാലേട്ടന് ഒരു അക്ഷതം കൊടുത്തിട്ടുണ്ടായിരുന്നു, ക്ഷണമുണ്ടായിരുന്നു. ഓക്കെ, ഈ പ്രോഗ്രാമിൽ രാമക്ഷേത്രത്തിൽ ലാലേട്ടൻ പോയോ ഇല്ലേ എന്നുള്ളത് രാവിലെ മുതൽ മലയാളികൾ ഉറ്റുനോക്കിയ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ രാമക്ഷേത്രവും പ്രാണപ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലായി ഒരുപാട് സെലിബ്രിറ്റീസ് പോയിട്ടുണ്ട്. വൻ സെലിബ്രിറ്റി ലിസ്റ്റ് തന്നെയാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ വിരാട് കോഹ്ലി, രൺബീർ കപൂർ, സച്ചിൻ ടെണ്ടുൽക്കർ, അങ്ങനെ കുറേ പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. ലാലേട്ടനില്ല, മോഹൻലാൽ പോയില്ല. അതോടുകൂടി എന്തായി? ബോയ്ക്കോട്ട് പരിപാടി തുടങ്ങിയത്. ഇവരെ സ്ഥിരം പണിയുണ്ടല്ലോ, ഏതെങ്കിലും ഒരു സിനിമാ നടനെ ഇവർക്ക് പറ്റുന്നില്ല, ഒരു സിനിമാ നടിയെ പറ്റുന്നില്ലെങ്കിൽ അപ്പം അവരുടെ സിനിമ ബോയ്ക്കോട്ട് ചെയ്യും. പരിപാടികൾ ഇവർ തുടങ്ങി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷാഗ ടീംസ് ഇറങ്ങി. അങ്ങനെ മോഹൻലാലിൻ്റെ വാലിബൻ സിനിമ ബോയ്ക്കോട്ട് ചെയ്യാനാണ് അവരുടെ തീരുമാനം. ലാലേട്ടനിട്ട റീസെൻറ്റ് ഫോട്ടോ വാലിബൻ്റെ പോസ്റ്ററിൻ്റെ ഇടയിൽ കമൻറ്റോളികളുടെ ആറാട്ടും വിളയാട്ടുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് രണ്ട് ടൈപ്പ് ഓഫ് കമൻറ്റോളികളുണ്ട്. ഞാനത് ഒറ്റ സ്ക്രീനിൽ നിങ്ങൾക്ക് വെച്ച് തരാം. മിസ്റ്റർ മോഹൻലാൽ, നിങ്ങളുടെ സിനിമകൾ ഇനി മുതൽ ഞാനും എൻ്റെ കുടുംബവും കാണില്ല. ശ്രീരാമ ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠയിൽ ചടങ്ങിൽ ക്ഷണം ലഭിച്ചിട്ടും നിങ്ങൾ പോകാതെ ഇരുന്നത് വളരെ മോശമായി. ഇനി നിങ്ങളോട് സ്നേഹമില്ല. കോപ്പി പേസ്റ്റ് കമൻറ്റുകൾ ഇട്ടിട്ടിട്ടിട്ട് ഷാഗ ടീംസ് ആറാട്ടുകയാണ് മക്കളെ. അപ്പോൾ അത് അടിയിൽ വേറെ കമൻറ്റ്, ഒരു സമൂഹത്തെ വിഷമിപ്പിച്ചു കെട്ടിപ്പൊക്കിയ സാധനത്തിൻ്റെ പരിപാടിക്ക് പങ്കെടുക്കാതിരുന്ന ലാലേട്ടന് നന്ദി, അഭിവാദ്യങ്ങൾ. എങ്ങനെയുണ്ട്? ഒരു ടൈപ്പ് ഓഫ് ആളുകൾ ഈ പരിപാടിയിൽ പോകാത്തതിന് മോഹൻലാലിനോട് അഭിനന്ദനങ്ങൾ അറിയിച്ചും ഒരു കൂട്ടം ആളുകൾ ഇതിന് പോകാത്തതിൽ ബോയ്ക്കോട്ട് പറഞ്ഞും സിനിമ ബോയ്ക്കോട്ട് ചെയ്യുന്നും പറഞ്ഞും അങ്ങനെ തുടർന്നു പോവുകയാണ് കമൻറ്റ് തൊഴിലാളികൾ. ഓക്കെ, കേരളത്തിൽ നിന്ന് മോഹൻലാലിന് ക്ഷണം ലഭിച്ചിരുന്നുവെങ്കിലും ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തില്ല. അതിനൊരു പ്രോപ്പർ റീസൺ ഉണ്ട്. ഓക്കെ, റീസണിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു OTT Play, Mohanlal is currently busy promoting his upcoming periodic drama film Malaikote Valiban in Kerala in Dubai. Okay, he has prioritized his work for now. His recent post on X to hint at the actors being busy with the many promotion events of the Malayalam films. The actor is also scheduled to travel to US for his film L2 Empuran. It is being said that due to his prior commitments, the actor couldn't make it to Ayodhya and the historic Pran Pratishtha event. ഇത്രയേ ഉള്ളൂ. അതായത് മോഹൻലാലിന് സിനിമ ഇറങ്ങാൻ പോവാണ്. വാലിബൻ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇത്രയും കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഒരു പടം വരുമ്പോൾ ഇതൊക്കെ ഇതിനു മുമ്പേ തീരുമാനിച്ചതാണ്. രാമക്ഷേത്രവും ശ്രീരാമനും അയോധ്യയൊക്കെ അവിടെ തന്നെ കാണും. ഓക്കെ, ആദ്യം മനുഷ്യൻ്റെ അവനവൻ്റെ ജീവിതം മുന്നോട്ട് പോകുക എന്നുള്ളൊരു പരിപാടി വേണ്ടേ? ഏത് ഇത്രയും ആളുകൾ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അവിടെ പോയി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അങ്ങേരുടെ 2 ദിവസം പോകും. അങ്ങേർക്ക് ഓൾറെഡി ഇനി എമ്പുരാൻ്റെ ഷൂട്ടിന് പോകണം. അതിനിടയിലാണ് വാലിബൻ്റെ റിലീസും പ്രൊമോഷനും കാര്യങ്ങളും. അത് കേരളത്തിലും ചെയ്യണം, ഓവർസീസും ചെയ്യണം. സോ മൂപ്പരൊരു വർമ്മനാണ്, 100% പ്രൊഫഷണൽ. അപ്പോൾ അത് വിട്ടിട്ടല്ലാതെ മൂപ്പര് കളിക്കൂല. എങ്ങനെ കളിക്കും? അതുകൊണ്ട് അങ്ങേര് പോയില്ല. അതിനു വേണ്ടി എന്തോന്നോടെ രാമൻ്റെ സ്റ്റിക്കറൊക്കെ കൊണ്ടുവന്ന് കമൻറ്റ് ബോക്സിലിട്ട് ഫുള്ള് ഏറും കളി. ഞാൻ ഈ ബോയ്ക്കോട്ട് വാലിബൻ കണ്ടതോടുകൂടി എനിക്ക് ഒരു കാര്യം ഉറപ്പായി, ഇവന്മാർ ബോയ്ക്കോട്ട് ചെയ്ത് എല്ലാ പടവും കയറി കത്തിയിട്ടേ ഉള്ളൂ. ഏത് അങ്ങനെയാണല്ലോ സംഭവിച്ചിട്ടുള്ളത്. ഇവന്മാർ ബോയ്ക്കോട്ട് ചെയ്ത എല്ലാ സിനിമകളും ഒരു പരിധിയേക്കാൾ കൂടുതൽ ഹിറ്റായിട്ടുണ്ട്. എന്താണെങ്കിലും കുറേ കമൻറ്റുകൾ, ഷെയിം അഗെയിൻ, വോണ്ട് സീ യുവർ ഫിലിം ഇൻ തിയേറ്റേഴ്സ്, ഹേർട്ട്, ബ്രോക്കൺ ഐ സേ എന്നൊക്കെ പറഞ്ഞിട്ട് ജയ് ശ്രീരാമും വിളിച്ച് കുറേ ആൾക്കാർ അതിനടിയിൽ പോയിട്ട് വന്നേറും കളി. അതിനിടയിൽ മറ്റേ നട്ടലുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. കുറേ സാധനങ്ങൾ ഇട്ട് കൂട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ട്, ഈ ചിത്രത്തിനായി നിങ്ങൾ മുടക്കുന്ന ഓരോ രൂപയും ചെന്നെത്തുന്നത് ഹിന്ദു വിരുദ്ധനായ ഷിബു ബേബി ജോണിൻ്റെ പോക്കറ്റിലാണ്. ആത്മാഭിമാനം പണയം വെച്ച് ജീവിക്കുന്നതിന് നല്ലത് മരണമാണ്. ഷിബു ബേബി ജോണും ഈ പറഞ്ഞ ഹിന്ദുവും രാമക്ഷേത്രവും പൈസയും
അലുവി മത്തിക്കറിയും പോലെയാണല്ലോടാ ഈ പോസ്റ്റൊക്കെ ഇട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. എടാ കുറച്ച് നാണവും മാനവും ഉളുപ്പുള്ള ഒരുത്തരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടികൾ കാണിക്കൂ. നീയൊക്കെ നിന്റെ പൈസ മുടക്കി നീ ഒരു സംഗതി ഉണ്ടാക്കി വെച്ചിട്ട് ആ സാധനം പ്രൊമോട്ട് ചെയ്യേണ്ട സമയത്ത് ആ സാധനം പ്രൊമോട്ട് ചെയ്യണ്ടേ? അല്ലാതെ അതും അവിടെ ഇട്ടിട്ട് വേറെ വല്ല പണിക്കും പോവോ? രാമൻ്റെയും ലക്ഷ്മണൻ്റെയും പേരും പറഞ്ഞ് ഓടുവോ? ഇതിങ്ങനെ കുറേ സൈബർ പോരാളികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവന്മാർ മോഹൻലാലിൻ്റെ വീട് പൊളിച്ചിട്ട് അമ്പലമാക്കുമോ? സർക്കാസ്റ്റിക്കായിട്ട് കുറേ സാധനങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഏട്ടനെ ബഹിഷ്കരിക്കുന്നു, ലാലേട്ടനെ ഇവർ നിരോധിച്ചിരിക്കുന്നു, ഒരു പരിപാടിക്ക് ക്ഷണിച്ചു, ആ ക്ഷണം സ്വീകരിക്കൽ മര്യാദയാണ്, ഇങ്ങേര് ചെയ്തു, പോവണോ വേണ്ടയോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തീരുമാനം, സോഷ്യൽ മീഡിയയിൽ സംഘ ഭീകരർ ഇങ്ങേർക്കെതിരെ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നു. അപ്പം അങ്ങനെയും ആൾക്കാരുണ്ട്, ഇതിന് തിരിച്ചു പറയാനും ആൾക്കാരുണ്ട്. അതായത് ഒരു രണ്ട് ചേരി തിരിഞ്ഞുള്ള അടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. ഒരു മോദി കല്യാണത്തിന് ഗുരുവായൂരിൽ വന്നപ്പോൾ എയറിൽ പോയത് നമ്മളെ മമ്മൂക്ക. പ്രാണപ്രതിഷ്ഠ അയോധ്യയിൽ നടന്നപ്പോഴത്തേക്കും എയറിൽ പോയത് ലാലേട്ടൻ. ഇവിടെ നാട്ടുകാർ പറഞ്ഞൊരു പണിയില്ലേടി. അല്ല, ഇത് വീഡിയോ ഇടുന്ന ഇന്നോട് വന്ന് നാട്ടുകാർ ഞങ്ങൾക്കൊരു പണിയില്ല. ഇത് ഇന്ന പണി ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ കാശ് മേടിച്ച് പോകുന്നുണ്ട്. ഈ കമൻറ്റ് ബോക്സിൽ വന്ന് തൊലിക്കുന്ന തൂറ്റാപ്പികൾക്ക് നിങ്ങൾക്ക് ഒരു പണിയില്ല. എനിക്ക് അതാ ചോദിക്കുകയാണ്, ഈ കമൻ്റ് ഇട്ട് തൊലിക്കുന്ന ഈ മാതിരി എന്താ പറയുക സൈബർ അറ്റാക്ക് നടത്തുന്ന നിങ്ങൾക്കൊരു പണിയില്ലേ? രാമൻ്റെയും ലക്ഷ്മണൻ്റെയും പേരിലും ഈ ദൈവങ്ങളെ പേരിൽ ഇതെല്ലാ ടീമും ഉണ്ട് കേട്ടോ. ഒരു ടീം രാമൻ ലക്ഷ്മണൻ മാത്രമല്ല, അള്ളാഹു അക്ബറും ഉണ്ട്, ജീസസും ഉണ്ട്. എല്ലാവരും ഈ പരിപാടി കാണിക്കുന്നുണ്ട്. എന്താണെങ്കിലും വളരെ കോമഡി ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്ഷണം ലഭിച്ചിട്ടും അയോധ്യ രാമക്ഷേത്രത്തെ പ്രാണപ്രതിഷ്ഠിച്ചാണെങ്കിൽ പങ്കെടുക്കാത്ത നടൻ മോഹൻലാലിനെതിരെ സോഷ്യൽ മീഡിയ വ്യാപക പ്രതിഷേധം. BJP പ്രവർത്തകരാണ് വാലിബന്റെ പ്രമോഷന്റെ ഭാഗമായി മോഹൻലാൽ പങ്കുവച്ചൊരു പോസ്റ്റിന് താഴെ മലൈക്കോട്ടെ വാലിബൻ ബഹിഷ്കരിക്കണമെന്നും മോഹൻലാലിൻ്റെ ഒരു സിനിമ പോലും ഇനി തിയേറ്ററിൽ പോയി കാണില്ല എന്ന രീതിയിൽ കമൻറ്റുകളുമായി എത്തിയത്. അതോടെ മറ്റൊന്നും കിട്ടാതെ തരത്തിലുള്ള റീച്ച് ആ പോസ്റ്ററിന് നേടാനായി. അത്രയേ ഉള്ളൂ, വേറെ ഒരു പോസ്റ്ററിനും കിട്ടാതെ റീച്ച് ആവും. നിങ്ങൾ ഈ ബോയ്ക്കോട്ട് ഇട്ട് കഴിഞ്ഞാൽ സിനിമ കത്തും. പിന്നെ ലാലേട്ടനെ ലാലേട്ടൻ്റെ സിനിമ കാണണം എന്നുള്ളവർ കയറി കാണും. മോഹൻലാലൊക്കെ വർഷങ്ങളായിട്ടുണ്ടായിട്ടുള്ള ഒരു ബ്രാൻഡ് വാല്യൂ അതാണ്. മലൈക്കോട്ടെ വാലിബൻ കാണണ്ടവൻ കയറി കാണും. അതിന് 2 ബോയ്ക്കോട്ട് ഹാഷ്ടാഗ് ഇട്ടിട്ട് ഇരുന്നിട്ട് അയ്യോ രാമക്ഷേത്രത്തിൽ പോയില്ലേ മോഹൻലാലിനെ ബഹിഷ്കരിക്കണേന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ആരും തിയേറ്ററിൽ പോകാതിരിക്കുമൊന്നുമില്ല. ഇവർ ഈ പ്ലാന് തന്നെയാണ്. ഇത് തന്നെയാണ് ഇവരെ പരിപാടി. ഒരു സിനിമ ഹിറ്റാക്കണം എന്നുണ്ടെങ്കിൽ ഒരു 10 സംഘ ഗ്രൂപ്പ് കൊണ്ടുപോയിട്ടിട്ട് ഒരു സിനിമേനെ എന്ത് ചെയ്യും, ഇത് ഭക്തിമയമാണ്, ഇതിൽ കയറിയ മറ്റേ പുണ്യം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകും. ഇതിപ്പോൾ ലാലേട്ടൻ എങ്ങാണ്ട് പ്രാണപ്രതിഷ്ഠയ്ക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശ്രീരാമനും ഒരു സീറ്റ് ഒഴിച്ചിടണം തിയേറ്ററിൽ, ലാലേട്ടൻ്റെ സിനിമയാണെന്ന് പറഞ്ഞിട്ട് അത് വേറെ രീതിയിൽ അങ്ങനെ സംഗതി ഉണ്ടാക്കും. ഇതിൽ എന്തിലും മതം കാണുന്നതാണ് ഈ ഭ്രാന്ത് എന്ന് പറയുന്നത്. എന്തിലും മതം പിടിച്ച് കാണുക. ഇപ്പൊ ഈ ആശ്വാസമാവും ചിലർക്ക് മതവും ദൈവവും. സങ്കടപ്പെട്ടിരിക്കുമ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ ഒരു ആശ്വാസം പോലെ മതത്തിലും ദൈവത്തിലും വിശ്വസിച്ചിട്ട് അവിടെ പോയിട്ട് എന്താ പറയുക അമ്പലത്തിൽ പോകും, ദൈവത്തിനോട് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ട്. ആവേശമായാൽ ഇതാണ് പ്രശ്നം. മതം ആവേശമായ കാണിച്ചു കൂട്ടുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആവേശമായി തലയ്ക്ക് പിടിക്കുകയാണ്. അത് തലയ്ക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ നേതാക്കന്മാർ. പ്രാണപ്രതിഷ്ഠ രാമക്ഷേത്രം ലാസ്റ്റ് ലാലേട്ടനെ കൊള്ളാൻ പരിപാടികൾ.